ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു പുളിയിഞ്ചിയുടെ റെസിപ്പി ആയിട്ടാട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഓണമൊക്കെ അല്ലേ വരും, നമുക്ക് അടിപൊളിയായിട്ട് ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ കടുകൊക്കെ ഇവിടെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 10 അല്ലി ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞെടുത്തതാണ് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞ് വരണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2 പച്ചമുളക് എടുത്ത് ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ അതൊന്ന് വഴണ്ടി വരുമ്പോൾ നമുക്കതിലേക്ക് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ചെറിയ പൊടിയായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയില്ലേ, അതൊരു ബൗളുണ്ടായിരുന്നു, ഒരു ചെറിയ ബൗള്, അത് നിറച്ചുകൊണ്ട് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എല്ലാം എടുക്കണം, അളവുകളെല്ലാം എടുക്കണം. ഇനി നമുക്ക് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒരു ബ്രൗൺ കളർ ആവുന്നോടെ വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കി എടുക്കണം. തീ ഒട്ടും കൂട്ടി വെക്കരുത് കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വേണം നമുക്കതൊന്ന് കളറൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ പച്ചമണമൊക്കെ മാറണം, എന്നാപ്പോഴേ നമ്മുടെ ഇതിന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇവിടെ ബ്രൗൺ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് അടുപ്പ് ഓഫാക്കി കൊടുക്കാം. എന്നിട്ട് കൈ എടുക്കാതെ ഒന്നുകൂടി ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നമുക്ക് തീയൊക്കെ ഓഫാക്കി വെച്ചിട്ട് അതിലേക്ക് മസാലപ്പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ആ പൊടിയുടെയൊക്കെ പച്ചമണം മാറുന്നോടം വരെ നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം ഞാൻ ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട്. ചെറിയ തീ വെച്ചിട്ട് വേണം കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ പൊടിയുടെയും പച്ചമണം മാറണം. ഇനി നമുക്കതിലേക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് 2-3 ഉണക്കമുളകും കൂടി ചേർത്തിട്ട് 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് തിളച്ച് വരണം. ഇപ്പോൾ ഒന്ന് തിളച്ചൊക്കെ വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒന്ന് കുറുകി വന്നിട്ടുണ്ടല്ലോ, ഈ ഒരു പരുവത്തിലെടുക്കണം. ഈ ഒരു സമയത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം, അടിയിലൊന്നും പിടിക്കാതെ. കണ്ടോ, ഇപ്പോൾ കളറൊക്കെ മാറി വരുന്നുണ്ട്. ഒന്ന് ആ പുളിവെള്ളമൊക്കെ ഒഴിച്ചതിന് ശേഷം ഒന്ന് കളറ് മാറി വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വെള്ളം ഉരുക്കിയതും കൂടി ചേർത്ത് കൊടുക്കാം. ഞാൻ വെള്ളം ഉരുക്കി ഒന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ. ഇതൊരു വലിയ സൈസ് വെള്ളം ഉണ്ടായിരുന്നു, അതൊന്ന് ഉരുക്കിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ചെടുത്ത് വെച്ചതാണ്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 സെക്കൻഡ് നമുക്കിതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് കളറൊക്കെ മാറി വരുന്നുണ്ട്, നല്ലൊരു കളറിലോട്ട് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഓഫാക്കാം. നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കേട്ടില്ലേ. ഇങ്ങനെ എടുക്കണം, ഈ ഒരു പരുവത്തിൽ കിട്ടണം. അതാണ് അതിൻ്റെ റെഡി ആയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റൊക്കെ ഓഫാക്കി, ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്, കേട്ടില്ലേ. നമ്മുടെ പുളിയിഞ്ചിയൊക്കെ നല്ല കറുത്ത ഒരു കളറിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെല്ലവും പുളിയൊക്കെ വന്നപ്പോഴത്തേക്ക് നല്ലൊരു കറുത്ത കളറിലോട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളി ടേസ്റ്റും ഒക്കെ ആയിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഓണത്തിന് നിങ്ങൾ ഈസി ആയിട്ട് ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നോടം വരെ താങ്ക് യു ഫോർ വാച്ചിങ്. Bye bye.